നമസ്കാരം ഡോക്ടർ. ഇവരുടെ ഒരു സ്ത്രീയാണ് ഈ ഒരു ചോദ്യകർത്താവ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി. അപ്പോൾ അവരുടെ ജീവിതത്തിനെ 2 ഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം ആ ഒരു ചോദ്യത്തിൽ നിന്നും. ഒന്ന്, ആദ്യത്തെ 9 വർഷം. ആ 9 വർഷത്തിൽ ഭർത്താവ് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു. അവർക്ക് ഒരു സെക്സിൽ ഒന്നും കാര്യമായി ഒന്നും ഇടപെടാനോ അദ്ദേഹത്തിന് അതിനൊന്നും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഒരു 9 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുറ്റബോധം കൊണ്ടാണോ എന്താണെന്നറിയില്ല, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് സെക്സിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അത്തരത്തിലൊരു പരിഗണന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ഫീലും ഇല്ല, ഇവർക്ക് ഒരു താല്പര്യവും അനുഭവപ്പെടുന്നില്ല. 9 വർഷം ഇദ്ദേഹം എന്നെ അവഗണിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹത്തിന് ഇതാണ് പറയുന്ന ചാണ്ടി അയയുമ്പോൾ തൊമ്മം മുറുകും, തൊമ്മം മുറുകും എന്ന് പറയുമ്പോൾ ചാണ്ടി അയ്യും എന്ന് പറഞ്ഞുള്ള അവസ്ഥയാണിത്. അതെ അതെ. കല്യാണം കഴിച്ചു 11 വർഷം. 11 വർഷങ്ങളിൽ 2 ക്ലിയർ ആയിട്ടുള്ള 2 ഘട്ടങ്ങൾ. ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 9 വർഷം ഭർത്താവിന് സെക്സിൽ യാതൊരു താല്പര്യവുമില്ലാത്ത അവസ്ഥ. താല്പര്യമില്ലാത്തതിൻ്റെ പിന്നിൽ അനവധി കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഈ വ്യക്തി ആഗ്രഹിച്ച സമയത്തായിരിക്കില്ല വിവാഹം കഴിപ്പിച്ചത്, അല്ലെങ്കിൽ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കില്ല വിവാഹം കഴിപ്പിച്ചത്, ആൾക്ക് ഇഷ്ടപ്പെടാതെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം കല്യാണം കഴിച്ചതാവാം. ഇനി കല്യാണം കഴിച്ച് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രൂപമെല്ലാം കൂടെ കണ്ടപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ പോയി കാണാം. ഇങ്ങനെ അനവധി കാരണങ്ങൾ. ഇനി അതും അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പെരുമാറ്റത്തിലെ ചില കാര്യങ്ങൾ ഈ മനുഷ്യൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വെറുപ്പ് വന്നതാവാം. ചിലപ്പോൾ സെക്സ് പേടിയായതുകൊണ്ടാവാം, സെക്സിൽ അറപ്പോ വെറുപ്പോ ഉള്ളതുകൊണ്ടാവാം. അങ്ങനെ മൾട്ടിപ്പിൾ കാരണങ്ങൾ. ഇനി ഇതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ജോലി തിരക്കായിരിക്കും. അയാൾ വർക്ക് ചെയ്തിരുന്ന ഓഫീസിലോ അല്ലെങ്കിൽ അയാളുടെ തൊഴിലിലോ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റുള്ള ഓക്യുപ്പേഷൻ റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെ സെക്സിലേക്കുള്ള താല്പര്യം കുറയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് തികച്ചും. അങ്ങനെ മൾട്ടിപ്പിൾ കോസസ് ഉണ്ടാവാം. അതെന്താണെന്ന് ഇങ്ങനെ ഒരു കത്തിലൂടെ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. ഇനി അയാളുടെ സ്ട്രെസ്സൊക്കെ കുറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ആ സ്ത്രീയോടുള്ള ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർ പറഞ്ഞ പോലെ സിമ്പതി കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടോ ഇപ്പോൾ അല്പം താല്പര്യം കാണിക്കുന്നുണ്ട്. ഈ താല്പര്യം കാണിക്കുമ്പോഴേക്കും ഇവർക്ക് ഓൾറെഡി ഇത്രയും കാലം അങ്ങനെ മോഹിച്ച് ദാഹിച്ചിരുന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ ആഗ്രഹമേ ശമിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഇനിയും ആഗ്രഹം ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ ഇവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. 2 പേരുടെയും കുറേ കൂടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി 2 പേർക്കും കൗൺസിലിംഗ് കൊടുത്ത് ഇവർ തമ്മിലൊരു ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് ഉറപ്പായിട്ടുണ്ടായിരിക്കും. ആ പ്രോബ്ലംസിനെ കുറച്ച് പരിഹരിച്ചതിന് ശേഷം അവരെ സെക്സിലേക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമാകുക. അപ്പോൾ അവരൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതിന് ശേഷമായിരിക്കണം അവരുടെ സെക്സിലേക്കുള്ള യാത്ര. എങ്കിലേ അത് വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും പരിഹരിക്കാം. പക്ഷേ ഇതിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഊഹിച്ചാണ് ഇന്ന കാരണങ്ങളാവാം എന്ന് പറയുന്നത്. ആ ഊഹത്തിൽ കഥയില്ല. ഊഹം ശരിയായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ വ്യക്തികളെ നേരിട്ട് മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ചോദ്യകർത്താവിൻ്റെ പറഞ്ഞ പോലെ തന്നെ 2 ഘട്ടങ്ങളുണ്ട്. ആ 2 ഘട്ടങ്ങൾക്കിടയിൽ ഇവർക്കിടയിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനൊരു പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രത്നച്ചുരുക്കം, അല്ലേ ഡോക്ടർ? അതെ. അപ്പോൾ ഈ ഒരു വിഷയത്തിന് പരിഹാരം തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു പരിഹാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മുന്നൊരുക്കങ്ങളെല്ലാം അത്യാവശ്യമുണ്ട്. ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടി നൽകാൻ ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം ഇത് ഒരു കുടുംബത്തിൻ്റെ ഒരു തകർന്നു പോയേക്കാവുന്ന ഒരു കുടുംബത്തിനെ രണ്ടാമത് യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള സംശയങ്ങൾ സജീവമായി നമുക്ക് ഉത്തരം നൽകുന്നതിന് സന്തോഷമേ ഉള്ളൂ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.